ഗുഡ് മോർണിംഗ് ഫ്രം ഏർക്കാട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഏർക്കാട് വരെയുള്ള യാത്രയാണ്. അപ്പോൾ ഇന്ന് ഫ്രഷ് ആയിട്ടുള്ളൊരു മോർണിംഗിൽ നമ്മൾ ഏർക്കാട് ഇങ്ങനെ നിൽക്കുവാണ്. ഇത് ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത റൂമാണ്. ഏകദേശം ഒരു 1300 ആ റേഞ്ചിലാണ് നമുക്ക് ഇന്നലെ ഇവിടെ റൂം കിട്ടിയത്. നല്ലൊരു അടിപൊളി റൂമായിരുന്നു. അങ്ങനെ നമ്മളിന്ന് രാവിലെ ഇവിടുത്തെ പുറത്തുള്ളൊരു കാഴ്ചകൾ കാണാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു എയറോ പാർക്ക് എന്നുള്ള എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇതിൻ്റെ അടുത്താണ് നമ്മൾ ഇന്നലെ റൂം എടുത്തത്. അങ്ങനെ ഇവിടെ നോക്കുമ്പം ഒരു ഊട്ടിയിൽ കാണുന്ന പോലെയുള്ളൊരു ചില്ലായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ഇവിടെ നമ്മൾ ഉള്ളത്. അതുപോലെ തന്നെ ഏർക്കാട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഓഫ് ബീറ്റ് പ്ലേസ് ആയിട്ടാണ്. അതായത് അധികം ബഹളങ്ങളൊന്നും ഇല്ലാതെ നമുക്കൊരു ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ് ഏർക്കാട് എന്ന് പറയുന്നത്. ഇവിടെ അതിന് പറ്റിയൊരു ക്ലൈമറ്റ്, അതിന് പറ്റിയ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അപ്പോൾ നമ്മൾ മെല്ലെ പുറത്തേക്ക് ഏർക്കാട് ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ എണീറ്റ് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് തണുപ്പൊക്കെ ആയതുകൊണ്ട് എൻജിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുന്നതാണ്. ഒന്ന് ഹീറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഭയങ്കര തണുപ്പുള്ളൊരു അറ്റ്മോസ്ഫിയറിലാണ് ഇപ്പോൾ വണ്ടി ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ മെല്ലെ ഏർക്കാടിൻ്റെ കാഴ്ചകളിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ കാഴ്ചകളിലേക്ക് പോവാം. അങ്ങനെ റൂമിൻ്റെ പുറത്തിറങ്ങിയിട്ട് ചെറിയൊരു നടത്തമാണ് രാവിലെ തന്നെ. ഞാൻ കുറച്ച് ദൂരം ഒന്ന് വാമപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ട് നടന്നതാണ്. റൂമിൻ്റെ പുറത്തിറങ്ങി നോക്കുമ്പം ഇവിടെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം ക്ലൈമറ്റാണ്. അപ്പം നമുക്കിനി ബൈക്ക് എടുത്തൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഏർക്കാട് ടൗൺ എത്തിയിരിക്കുകയാണ്. നമ്മുടെ റൂമിലേക്ക് ഇവിടെ നിന്നുള്ള ഡീവിയേഷനാണുള്ളത്. ഇനി നമുക്ക് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ വഴിയോര കാഴ്ചകളിലേക്ക് മെല്ലെ പോയി നോക്കാം. അങ്ങനെ നമ്മളിവിടെ വണ്ടി റോഡ് സൈഡിൽ മെല്ലെ പാർക്ക് ചെയ്ത് വെച്ചു. ഇവിടെ ഒരു പാർക്ക് പോലത്തെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിരാവിലെ ആയതിനെ കൊണ്ട് തന്നെ ആരും ഇവിടെ എത്തിയിട്ടില്ല. നഗരം മെല്ലെ ഉണർന്ന് വരുന്നേ ഉള്ളൂ. ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താണെന്നുള്ള രീതിക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ മെല്ലെ ടൗൺ ഇങ്ങനെ തിരക്കിലേക്ക് കടക്കുന്നേ ഉള്ളൂ. ഇനി ഇവിടെ ഇത്ര ആൾക്കാരാണോ താമസമുള്ളൂ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റും ഈ ഒരു വൈബും മൊത്തത്തിൽ കൊള്ളാം. ഒരു രസമുണ്ട് മൊത്തത്തിൽ ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട്. ഒരു മോർണിംഗ് വൈബിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് നമ്മുടെ വലതുഭാഗത്തൊരു മീൻ കച്ചവടമായിട്ട് കണ്ടു. ഇവിടെ പലതരം മീനുകളുണ്ട്. ഈ നിൽക്കുന്ന ചേട്ടനാണ് ഇതിൻ്റെ മെയിൻ ആളെന്ന് തോന്നുന്നു. 2 ചേട്ടന്മാരിന്ന് ഇവിടെ മീൻ വൃത്തിയാക്കുന്നുണ്ട്. എന്തൊക്കെ മീനാണുള്ളത് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇവിടെ ചെമ്മീനുണ്ട്, അതുപോലെ തന്നെ വേറെ കുറേ കടൽ മത്സ്യങ്ങളുണ്ട്, ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഫ്രഷ് ആണെന്ന് തോന്നുന്നു മീനൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഇവിടെ ഒരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ലഭ്യത കുറവ് എന്തായാലും ഉണ്ടാവുമല്ലോ. അതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഇവിടെ ചോക്ലേറ്റ് ഫാക്ടറി എന്നുള്ളത്. ഒരു പക്ഷേ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ടായിരിക്കാം ഇത്രയേറെ ചോക്ലേറ്റ് ഫാക്ടറികൾ നമ്മൾ ഇവിടെയൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ലേക്കിൻ്റെ വേറൊരു ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ രാത്രി കണ്ടതല്ലാത്ത വേറൊരു ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു സൈൻ ബോർഡൊക്കെ ഉണ്ട്. ശർവരായൻ ടെമ്പിൾ 6 കിലോമീറ്റർ, കാവേരി പീക്ക് 14 കിലോമീറ്റർ, കുപ്പന്നൂർ 27 കിലോമീറ്റർ. ഇങ്ങനെ ഇവിടെ സൈൻ ബോർഡൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ലേക്കിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ കുറേ കൊട്ടകൾ വെക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. ലേക്ക് ഫുള്ള് മഞ്ഞിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലേക്കിലേക്കുള്ളൊരു വ്യൂ ഇപ്പം നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ കുറച്ച് ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇങ്ങോട്ട് കയറി നോക്കിയതാണ്. ഇവിടെ ഒരു ചായക്കടയുണ്ട് രാവിലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടെ ചായ, ബജ്ജി ഐറ്റംസ്, ഓംലെറ്റ്, മാഗി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. ബജ്ജി പിടിക്കുന്ന തിരക്കിലാണ്. ബജ്ജിയല്ല, കോളിഫ്ലവറാണ് പിടിക്കുന്നത്. അങ്ങനെ മാഗി വെച്ചിട്ടുണ്ട്.
അക്ക 3 ടീ കൊടുക്കുക. അങ്ങനെ ചായ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു അണ്ണം വന്നിട്ട് അവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ചായ പറഞ്ഞിട്ടത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടുന്ന് ലേക്കിൻ്റെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് മഞ്ഞൊക്കെ അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. നല്ല കിടിലൻ ഒരു ക്ലൈമറ്റാണ്. നല്ലൊരു മസാല ചായയാണ് തോന്നുന്നത് ഉണ്ടാക്കുന്നത് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞ പ്രകാരം മസാല ചായ തന്നെയാണെന്ന് തോന്നുന്നത്. നല്ലൊരു ഫ്ലേവർ അടിക്കുന്നുണ്ട് അതിൻ്റെ മസാലയുടെ. അപ്പോൾ നമുക്കിത് കുടിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒന്നുകൂടെ നല്ല രീതിക്ക് അടിച്ച ചായയാണ് ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നോക്കാം ചായ എങ്ങനെയുണ്ട്. അങ്ങനെ ചായയും വാങ്ങി ലേക്കിൻ്റെ അടുത്ത് പോയിരുന്ന് കുടിക്കുക എന്നുള്ളൊരു മൂഡിൽ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ലേക്കിൻ്റെ അടുത്തെത്തി ഇവിടെ ഇപ്പുറത്തേക്ക് കാലിട്ടിരുന്ന് ചായ ഇങ്ങനെ കുടിക്കാനുള്ളൊരിതിലാണ്. ഇഞ്ചിയുടെ ഫ്ലേവറിലൊരു ചായയാണെന്ന് തോന്നുന്നുണ്ട്. നല്ല രസമുള്ളൊരു ചായ. അങ്ങനെ ഈ ഒരു മഞ്ഞും ഈ ഒരു ചായയുമായിട്ട് നല്ല കിടിലൻ കോംബോ ആണ്. പിന്നെ ഇവിടെ നിന്ന് ചായ കുടിക്കുന്നതൊക്കെ ഓക്കെ, പക്ഷേ ഇവിടെയുള്ള പേപ്പർ കപ്പ് ഇവിടെ ഇട്ടിട്ട് നമ്മളായിട്ട് ഈ ഒരു നല്ലൊരു സ്ഥലം നമ്മൾ വൃത്തികേടാക്കാൻ പാടില്ല. അങ്ങനെ ഇവിടെ ഇതിനായിട്ടുള്ള വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതിൽ കറക്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:30 മണിയായിട്ടുണ്ട്. 8:30 മണിക്കാണ് ഇവിടെ ഇപ്പോൾ ഒരു വെയിൽ വന്നത്. അപ്പോൾ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കുറച്ചുകൂടെ ഫുഡ് സ്പോട്ടുകളുള്ളൊരു ഏരിയ ഉണ്ട്. നമുക്ക് ഈ ഏരിയയിലേക്കൊന്ന് കയറി നോക്കാം. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം കടകളൊക്കെ ഓപ്പൺ ആണ്. 8:30 മണി ആയതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സെറ്റപ്പ് ഉണ്ട്. വീണ്ടും ഇവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി നമ്മൾ കണ്ടു. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളിലേക്ക് ഒന്ന് പോയി നോക്കാം. അങ്ങനെ ലേക്കിൻ്റെ സൈഡിൽ തന്നെ വീണ്ടും ആകർഷിച്ച മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇങ്ങനത്തെ കൊട്ടകളാണ്. അതായത് ഈ വയറ് കൊണ്ട് മേക്ക് ചെയ്യുന്ന കൊട്ടകളാണിത്. അപ്പം ഇവിടെ കുറേ സ്ഥലങ്ങൾ 2-3 സ്ഥലങ്ങൾ ഇപ്പോൾ ഞാൻ കണ്ടു ഇങ്ങനെ കൊട്ടയായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. ഇത് ഇവിടെ തന്നെ ഇരുന്ന് ഉണ്ടാക്കുന്നതാണ് ഇങ്ങനത്തെ കൊട്ടകൾ. ഈ വയറ് കൊണ്ടുവന്നിട്ട് ഒരു ചേട്ടനെ കണ്ടു ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വയറ് വെച്ചിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറം വേറൊരു ചേട്ടൻ ഉണ്ടാക്കുന്നുണ്ട്. വേറെ ഒരു 3-4 ആളുകളുണ്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു ജോലി ചെയ്യുന്ന ആളുകൾ. അക്ക ഒരു കൊട്ടയ്ക്ക് റേറ്റ് എവ്വളോ? 130 ആവുന്നതാ? റേറ്റ് സാർ ഇവിടെ പലതരത്തിൽ പൂക്കൊട്ട, പഴമിട്ട് വെക്കുന്ന തരം കൊട്ടകൾ 130, 120 ആ റേഞ്ചിൽ പലതരം കൊട്ടകളുണ്ട്. അപ്പം അണ്ണൻ എന്നോട് ഓരോന്നിൻ്റെ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരുവാണ്. അങ്ങനെ ഇപ്പുറം വീണ്ടും നോക്കുന്ന സമയത്ത് ഇവിടെ കുറച്ചുകൂടെ വെറൈറ്റീസ് ഉണ്ട്. ചെറിയ കൊട്ടയുണ്ട്, കുറച്ചുകൂടെ വലിയ തരം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കൊട്ടകളാണ് മൊത്തത്തിൽ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു പഞ്ചർ കടയാണ് ഈ കാണുന്നത്. ഒരു പഴയ ബസ് സെറ്റപ്പാക്കിയിട്ട് ഒരു പഞ്ചർ കട ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കാണാൻ വളരെ കൗതുകമായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെയും ഓരോ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ നടന്നു വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് ഒരു ലേക്കിനെ ചുറ്റിയിട്ടാണ് ഇവിടുത്തെ മൊത്തം ബിസിനസ് നടക്കുന്നത്. അതായത് ഈ ലേക്കിൽ വരുന്ന ടൂറിസ്റ്റുകളെ ആണ് ഇവിടുത്തെ മെയിൻ
കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ലേക്ക് കുറച്ചുകൂടെ വിസിബിളാണ്. അതായത് ഈ ഒരു ബോട്ട് ഹൗസ് കാര്യങ്ങൾ ലേക്ക് കുറച്ചുകൂടെ നമുക്ക് വിസിബിളായിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ലേക്ക് തന്നെയാണത്. അങ്ങനെ ലേക്കിൻ്റെ സൈഡിലൂടെ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് നടക്കുന്ന സമയത്ത് ഒരു മോമോസിൻ്റെ ഒരു കടയാണെന്ന് തോന്നുന്നു. അതെ, മോമോസിൻ്റെ ഒരു കട നമ്മളിങ്ങനെ കാണുകയാണ്. അതിനപ്പുറം തന്നെ എന്തോ ഒരു ഗെയിമിംഗ് സെൻറ്ററോ അങ്ങനെ കാര്യങ്ങളുണ്ട്. ബോട്ട് ഹൗസിൻ്റെ ഒരു മെയിൻ എൻട്രൻസിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ആ കാണുന്നതാണ് മെയിൻ എൻട്രൻസ് എന്ന് തോന്നുന്നുണ്ട്. പോയി നോക്കാം എന്തായാലും. அண்ணா போட் ஹவுஸ்க்கெல்லாம் வழி இதுதானா? இந்த வழி தானே? வேணாண்ணா ஜஸ்ட் അങ്ങനെ ഇതാണ് ബോട്ട് ഹൗസിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ അതാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ കടകളൊന്നും ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അത് രാവിലെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ടൂറിസ്റ്റുകളൊക്കെ എത്താനാവുന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ എന്താണ് ബോട്ട് ഹൗസിൻ്റെ എക്സിറ്റ്, ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻട്രൻസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അപ്പുറത്തേക്കായിരിക്കും. എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നമുക്ക് നടന്നു നോക്കാം. ഹലോ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ കടകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തുറന്നു വരുന്നേ ഉള്ളൂ. ഫാൻസി സ്റ്റോറുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ബോട്ട് ഹൗസിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചൊരു ബോർഡുണ്ട്. അങ്ങനെ ബോട്ട് ഹൗസ് ഇപ്പം ക്ലോസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ തുറക്കുമായിരിക്കും. അപ്പം നമുക്കിനി തിരിച്ച് റൂമിലേക്ക് പോകാം. ഇത്രയാണ് ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ തിരിച്ച് നാട്ടിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.